എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ അരി നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ച് അരി നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാനിതൊക്കെ നന്നായി കഴുകി നന്നായിട്ട് വെള്ളം മാറാനായിട്ട് ഒരു സ്റ്റെയിനറിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് കത്തിക്കാം. എനിക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാറൊക്കെ ടേസ്റ്റുള്ളൊരു. പിന്നെ കേട് വരാതെയൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണ ഏറ്റവും നല്ലത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് വേണമെങ്കിൽ ചേർക്കാം. കടുകും കറിവേപ്പില ഞാൻ ചേർക്കുന്നില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി കേട്ടോ വെളുത്തുള്ളി. ഇത് നല്ലെണ്ണ ആയതുകൊണ്ടാട്ടോ അത് പതയുന്നത് എണ്ണ. ലൈറ്റായിട്ടൊന്നായിട്ട് ഇതിപ്പോൾ ഇവിടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞത് കേട്ടോ. അത് കനം കുറച്ചിട്ട് അരിഞ്ഞതാണ് ഇഞ്ചി. ഇഞ്ചിയൊക്കെ വാങ്ങുമ്പോൾ വറുത്തത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ. എണ്ണയിൽ ഫ്രൈ ആവുന്നു. ഇനി അതിലേക്ക് നമ്മൾക്ക് കായപ്പൊടി ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കായപ്പൊടി LG കായപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. തീ കമ്മിയാക്കണം കേട്ടോ. അതൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള അരി നെല്ലിക്ക പുളിയുള്ളതല്ല, അതുകൊണ്ട് വിനീഗർ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, പുളിയുള്ളത് കാരണം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ നന്നായി കമ്മിയാക്കി വെക്കണേ. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക്. ഇതിൻ്റെ ഒരു മുളക് പൊടിയുടെ ഒരു പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം 1 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. 250 ml കപ്പിന്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ലൊരു ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. ഇതിന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ. പ്ലാസ്റ്റിക്കിലേക്കൊന്നും ആക്കി വയ്ക്കരുത്. ഇനി കുപ്പിയിലേക്ക് ആക്കിയിട്ട് പിന്നെ കാണിക്കാം. നിങ്ങളും കൂടി ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.